Good morning, all. Good morning, ma'am. Good morning. How are you all? How are you all? Fine, ma'am. Fine. Yeah. Good. What about you? Yeah, I'm also good. Have you had your breakfast? No? Breakfast ഒക്കെ കഴിച്ചോ? Active ആണോ? Yes, ma'am. Yes. നയന മിസ്റ്റേക്ക് ആയിരുന്നോ? അല്ല ആബ്സെന്റ് ആയിരുന്നോ? മിസ് മീൻസ് ആബ്സെന്റ് ആയിരുന്നോ കുറച്ച് ക്ലാസ്സില്? കണ്ടിരുന്നില്ല. പക്ഷെ ഞാൻ ബെറ്റി ബോട്ടിന്റെ അത് കഴിഞ്ഞ ദിവസം എനിക്ക് അഞ്ജലി അയച്ചമായിരുന്നു. അത് നോട്ട് എഴുതിയെടുത്തായിരുന്നു ഒരു ക്ലാസ്സിലെ. ഓക്കെ. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും? Yes, ma'am. യെസ്. ഓക്കെ. എന്ത് തോന്നുന്നു? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ചെറുതെങ്കിലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഇല്ല? Yeah. Moving on the next topic. Can. Can എന്താണ്? ഏത് verb ആണെന്ന് അറിയോ? Can. Can, could, will, would, shall, should, may, might. ഇതെല്ലാരും ഏത് verb ആണെന്ന് അറിയോ? മോഡൽ verb ആണ്. ഓക്കെ, നമ്മൾ ഓക്സിലറി verbsനെ കുറിച്ച് പഠിച്ചു. Then ഇനി ഏതാണ്? മോഡൽ verb. ഓക്കെ, can, could. ഇനി നമുക്ക് can വെച്ചിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണല്ലേ can. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് എബിലിറ്റി, നമ്മുടെ കേപ്പബിലിറ്റി, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ can യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് can എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവർക്കും കുറെയൊക്കെ അറിയാവുന്നതാണ്, മിക്കവരും യൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് അറിയില്ലെങ്കിലും നമ്മൾ can യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? സോ ഇത് നമുക്ക് can നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ can നമ്മൾ എന്തൊക്കെയാ യൂസ് ചെയ്യാം? Can is used to talk about ability, possibility, permission, request, or and offers. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എബിലിറ്റി, കേപ്പബിലിറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കേപ്പബിലിറ്റി എബിലിറ്റിയും ഏകദേശം സെയിം ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ യൂസ് ചെയ്യുന്നു, നെഗറ്റീവ് പറയാൻ യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി can വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എബിലിറ്റി നമ്മൾ പറയില്ലേ? അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അതിന് മലയാളം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും, സാധിക്കും, എനിക്ക് പറ്റും എന്നൊക്കെയാണ് can എന്ന് പറയുന്ന വേർബിന്റെ മീനിങ് വരാൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമുക്ക് പറയാം? I can teach English. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാധിക്കും. I can teach English. Then എല്ലാവരും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ. I can sing a song. Yeah, I can sing a song. I can write it. നിഷ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് വേണ്ട, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. സംസാരിക്കുമ്പോൾ അത്രയും നല്ലതാണ്. ഓക്കെ, then എല്ലാവരും പറയൂ, എക്സാമ്പിൾസ് എല്ലാവരും പറയണം. Okay, it's okay, നിഷ. അപ്പോ നെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, I can hear you. I can hear you. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. I can hear you. Next. I can do it. I can do it. Christina, I can do it. I can do it. Next. I can hear you. I can hear you. Next. I can do it. I can do it. Christina, I can do it. 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 I
Then sentence make ചെയ്യൂ. കുറച്ച് ഒരു ലോങ് സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റും നോക്കിയേ. ഒരു കാര്യം ചെയ്യും, മലയാളം പറയൂ, നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പറയൂ. എന്താണെന്ന് മിണ്ടാത്തേ? I can do it fast. Yeah, എനിക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും. I can do it fast. Okay. Then you must try. You can win. you must Try your best. You can win. yeah, you must try. You can win. അപ്പൊ മീനിങ് എന്താ വരാ? നിങ്ങള് പരിശ്രമിക്കൂ, നിനക്ക് തീർച്ചയായും വിജയിക്കാൻ പറ്റും. വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ വിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റിലേക്ക് പോയല്ലേ? അപ്പോ അതിന് പകരം നമുക്ക് ക്യാനോട് യൂസ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ ഏതാണ്? ഏത് മോഡൽ വെർബ് ആണ് യൂസ് ചെയ്യാ? പ്രസന്റ്. No. You must try. You can win. എന്ന് പറയുന്നത് you will win. No. ഇങ്ങനെ പറയാം. Okay. നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. Then can നമ്മൾ കൂടുതലും പ്രസന്റിലാണ് യൂസ് ചെയ്യുക. പ്രസന്റ് ടെൻസിലാണ് can യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മള് ഇപ്പൊ മീൻസ് ഇപ്പൊ നടക്കുന്ന കാര്യമായിട്ടല്ല, എനിക്കിപ്പോ പറ്റും. അപ്പൊ ഐ ക്യാൻ സിംഗ് എ സോങ്, എനിക്കിപ്പോ ഒരു പാട്ട് പാടാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ പറയുന്നതാണ് ഈ ക്യാൻ വെച്ചിട്ട് പറയാം. പ്രസന്റ് ടെൻസിലാണ് മെയിൻലി യൂസ് ചെയ്യാം ക്യാൻ. ഓക്കെ. I can walk 10 kilometers continuously. I can walk 10 kilometers continuously. Yeah, I can walk 10 kilometers continuously. Yeah, okay. Then I can play. I can play. I can play cricket. Yeah, cricket. I can play cricket. അപ്പൊ ഇതെല്ലാം എന്താണ്? These are ability. Ability ആണല്ലേ? നമ്മുടെ ഒരു കഴിവിനെയാണ് നമ്മളിവിടെ ക്യാൻ വെച്ച് പറഞ്ഞത്. ഇപ്പോ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരാ? എന്ത് സബ്ജക്ട് എന്തും ആയിക്കോട്ടെ, ഓക്കെ, ഏത് സബ്ജക്ട് ആയാലും നമ്മള് വേർബിന്റെ ബേസ് ഫോം ആണ് യൂസ് ചെയ്യാം. ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സ്പീക്ക്. കണ്ടോ, ക്യാൻ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? V1 ഫോം ആണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഒരിക്കലും വേറെ ഏതൊരു ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കണം. സബ്ജക്ട് ഏതായാലും ക്യാന് ശേഷം വരുന്ന വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. ഓക്കെ, V1 ഫോം ആയിരിക്കും എപ്പോഴും വരാം. I can speak, I can swim, I can write, I can run. കണ്ടോ? അപ്പൊ ക്യാന്റെ ശേഷം എന്ത് ചെയ്യുന്ന വേർബ് എല്ലാനും എന്താണ്? ബേസ് ഫോം ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇപ്പൊ പോസിബിലിറ്റി മീൻ ഇപ്പൊ സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് പറയാം, മനസ്സിലായോ? ക്യാനോടെ പറഞ്ഞില്ലെങ്കിലും മിസ്റ്റേക്ക് ഇല്ല. ക്യാനോടെ ആവശ്യമേ വേണ്ട, വെച്ചെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു രണ്ടും സെയിം ആണ്, മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ഇപ്പൊ സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ എന്ന് പറയുന്നത് ബെറ്റർ, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന അല്ലെ? സോ അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻ വെച്ച് പോസിബിലിറ്റി പറയാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ, obesity can cause many health issues. Obesity causes many health issues എന്ന് പറഞ്ഞാൽ just no mistake. Okay, നെക്സ്റ്റ് ഒരു പെർമിഷൻ ആണ്. നമുക്കൊരു പെർമിഷൻ ചോദിക്കണം. അത് നമുക്ക് ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. Can I borrow your notebook? ഞാൻ ആ നോട്ട്ബുക്ക് എടുത്തോട്ടെ, ഓൾറെഡി മീനിങ് ആ. ദെൻ നമുക്ക് ഇപ്പോ
ഒരു യു ക്യാൻ യൂസ് മൈ പെൻ, അതിനും ഒരു പെർമിഷൻ ആണ്. നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ് അല്ലെ. ചോദിക്കുന്ന എങ്ങനെയായിരിക്കാം, ക്യാൻ ഐ യൂസ് യുവർ പെൻ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ യു ക്യാൻ യൂസ് മൈ പെൻ, ഓക്കെ യു ക്യാൻ യൂസ് മൈ പെൻ, എന്റെ പേന യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് കറക്റ്റ് മീനിങ് വരെ. പക്ഷെ നമ്മൾ പറയാം ഓക്കെ യൂസ് ചെയ്തോളൂ, ചെയ്യാം എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ക്ലിയർ? ഇത് നമുക്ക് ചോദിക്കാം ക്യാൻ ഐ സ്പീക്ക് ടു ഹിം, ഞാൻ അവരോട് സംസാരിച്ചോട്ടെ, ക്യാൻ ഐ സ്പീക്ക് ടു ഹിം. ക്ലിയർ ആണോ? മാം ആ പോസിബിലിറ്റി ഒന്നും കൂടെ പറഞ്ഞു തരുമോ? പോസിബിലിറ്റി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, സോ അത് അതിന്റെ ആവശ്യമില്ല, അത് വിട്ടേക്ക് വന്നാല്. കാരണം അവിടെ ഇപ്പൊ സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ എന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ക്യാനിന്റെ ആവശ്യമില്ലെങ്കിലും ആ സെന്റൻസ് കറക്റ്റ് ആണ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. ഓക്കെ, അവിടെ ക്യാൻ വെച്ചിട്ട് പോസിബിലിറ്റി പറയാം എന്ന് നിങ്ങൾക്കൊരു അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോസിബിലിറ്റി പറയാൻ പറ്റും ക്യാൻ വെച്ചിട്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അവിടെ ക്യാൻ യൂസ് ചെയ്തില്ലെങ്കിലും ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ക്യാൻ കട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, ക്ലിയർ ആണ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഓവർ ഈറ്റിംഗ് കോസസ് മെനി ഹെൽത്ത് ഇഷ്യൂസ്. ദെൻ അടുത്തൊരു സെന്റൻസ് പറയുന്നത് ഹെവി റെയിൻ ക്യാൻ കോസ് ഫ്ലഡ് ഇൻ കേരള. ഹെവി റെയിൻ ക്യാൻ കോസ് ഫ്ലഡ് ഇൻ കേരള. ഹെവി റെയിൻ എന്താണ്, ഹെവി റെയിൻ കൊണ്ട് കേരളത്തില് ഫ്ലഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാ പറയാ. അപ്പോ അവിടെ ക്യാൻ ഇല്ലെങ്കിലും കറക്റ്റ് ആണ്. ഹെവി റെയിൻ കോസസ് ഫ്ലഡ് ഇൻ കേരള. സോ അവിടെ ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ക്യാൻ യൂസ് ചെയ്തതുകൊണ്ടും ചെയ്തില്ലെങ്കിലും ദർ ഇസ് നോ മിസ്റ്റേക്ക്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ടേക്കാം. നമ്മൾ അങ്ങനെ പോസിബിലിറ്റി ഒരിക്കലും ക്യാൻ വെച്ചിട്ട് നീ പറയാറില്ല. ഓക്കെ, ക്ലിയർ ആണോ നയന? യെസ് മാം. ഓക്കെ, ദെൻ റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുന്ന നമ്മൾ പ്രസന്റില് ചോദിക്കാം. അത് ഇപ്പോ ഇൻഫോർമൽ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ക്യാൻ വെച്ചിട്ട് ചോദിക്കാം, സിമ്പിൾ ആണ്. അഥവാ ഇപ്പൊ കുറച്ചൊരു പൊളൈറ്റ് ആവേണ്ടടുത്താണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഏത് മോഡൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്, ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്യാൻ ഐ ഗോ ടു ദ പാർക്ക്, ഞാൻ പാർക്കിൽ പൊക്കോട്ടെ, എന്നാണ് നമ്മൾ മലയാളം പറയാം. പോകാൻ പറ്റുമോ എന്നൊക്കെയാണ്. സാധിക്കും, കഴിയും എന്നാണ് ക്യാനിന്റെ കറക്റ്റ് മീനിങ്. പക്ഷെ നമ്മൾ മലയാളം അത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പാർക്കിൽ പൊക്കോട്ടെ എന്നാണ് വരുന്നത്. ഓക്കെ, ക്യാൻ ഐ ഗോ ടു പാർക്ക് അത് ചോദിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്ര ധൈര്യത്തിൽ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? Then can you give me the pen? ആ പേന ഒന്ന് തരാവോ? Can you give me the pen? ഓക്കെ, അങ്ങനെ ചോദിക്കാം. അത് ഫ്രണ്ട് സർക്കിൾ ആയിരിക്കണം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം, കൂടുതൽ അറ്റാച്ച്ഡ് ആയ ആളുകളോട് മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ഫ്രീഡത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമാണ് നമുക്ക് ക്യാൻ വെച്ചിട്ട് ചോദിക്കാൻ പറ്റും. കാരണം അതില് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഈ ക്യാൻ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെയാണ് ഓഫർ. Can I help you? ഇതിനെ ഹെൽപ്പ് ചെയ്യട്ടെ? Can I help you? Then I can pay the bill for you. ഞാൻ നിന്റെ ബില്ല് പേ ചെയ്യാം. I can pay the bill for you. So ഇതെല്ലാം പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, is it clear? Yes. Clear? No. Then for affirmative means positive ആണ്, positive negative. I can speak English. You can ride a bike. He can drive a car. She can play the guitar. It can swim. We can play football. They can dance. ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇനി ക്യാനിനെ നെഗറ്റീവ് ആക്കണം എങ്ങനെയാണ്? നോട്ട് ചേർക്കണം. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചത് കനോട്ട് പറയാം, കനോട്ട്. ഇപ്പോ മോഡേൺ ഇംഗ്ലീഷ് വന്നതോടെ നമ്മൾ കനോട്ട് എന്ന് പറയുന്ന യൂസേജ് മാറ്റി. അതിന് പകരം നമ്മൾ ക്യാൻ ആക്കി. Can't. Okay, can't speak English. You can't ride a bike. He can't drive a car. She can't play the guitar. You can't sing. We can't play football. They can't dance. Okay, can't വരണം. Okay, അതാണ് അതിനെ നെഗറ്റീവ് ഫോം. Can't.
അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെയാ പറയാം? I can't. Yeah. ഇപ്പൊ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിലോ, can you see? Can you see? ആൻസർ എന്താ പറയാ? പറ്റുമെങ്കിൽ പറ്റും എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ പറ്റും, എനിക്ക് പറ്റും, യെസ് ഐ ക്യാൻ. ഫുൾ ആയിട്ട് പറയണമെന്നില്ല. ഐ ക്യാൻ സിങ് എന്ന് പറയണമെന്നില്ല. ക്യാൻ യു സിങ് എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യെസ് ഐ ക്യാൻ. നെഗറ്റീവ് ആണെങ്കിലോ, നോ നോ ഐ കാൻറ്റ് എന്ന് പറയും. നോ കാൻറ്റ്. ഓക്കെ, എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്നൊക്കെയാണ് മീനിങ്. Can you speak French? Can they speak French? Yes, they can. No, they can't. Okay, അങ്ങനെ ഷോർട്ട് ആയിട്ടാണ് എപ്പോഴും നമ്മള് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ പറയും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ക്യാൻ വെച്ചിട്ട് ഇത്രയ്ക്ക് യൂസേജേ ഉള്ളൂ. എബിലിറ്റി പറയാം, പോസിബിലിറ്റി പറയാം, പോസിബിലിറ്റി ഇല്ല, എബിലിറ്റി പറയാം, കേപ്പബിലിറ്റി പറയാം, ദെൻ ക്വസ്റ്റ്യൻസ് പറയാം, നെഗറ്റീവ് പറയാം, അതൊക്കെ ഉള്ളൂ. ഇതാണ് ക്യാനിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻ വെച്ചിട്ട് മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാനോ ഒന്നും ഫ്ലുവൻസി കിട്ടില്ല. ഫ്ലുവൻസി മീൻസ് നിങ്ങൾക്ക് പറയുന്ന ഈ സ്റ്റക്ക് മിസ് പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഞാൻ സ്റ്റക്ക് ആകുന്നു എന്ന് പറയും. സോ ആ സ്റ്റക്ക് മാറണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, അല്ലാണ്ട് ഒരിക്കലും ആ സ്റ്റക്ക് മാറില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇപ്പൊ ഐ ക്യാൻ സ്വിം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? എനിക്ക് നീന്താൻ പറ്റുമെന്നാണ്. ഓക്കെ, അത് കുറച്ചുകൂടി സെന്റൻസ് ലോങ് സെന്റൻസ് ആകുമ്പോൾ എന്താ, ഒരു എക്സാമ്പിൾ ഒന്ന് പറയാമോ? ഐ ക്യാൻ സ്വിം, അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ക്യാൻ സ്വിം അക്രോസ് ദ റിവർ. ഐ ക്യാൻ സ്വിം അക്രോസ് ദ റിവർ. എനിക്ക് റിവർ അക്രോസ് ചെയ്ത് സ്വിം ചെയ്യാൻ പറ്റും. ഐ ക്യാൻ സ്വിം അക്രോസ് ദ റിവർ. ഓക്കെ, അങ്ങനെ ലോങ് സെന്റൻസിൽ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, then capability means capacity ആണ്. എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ആണ് ഈ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. കേപ്പബിലിറ്റി എബിലിറ്റി മീൻസ് കഴിവ്, കേപ്പബിലിറ്റി എന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, ഇപ്പോ ദിസ് ബോക്സ് ക്യാൻ contain 10 kilogram sugar എന്ന് പറയും. ദിസ് ബോക്സ് ക്യാൻ contain 10 kilogram sugar. അത് മീൻസ് കപ്പാസിറ്റി ആണ് പറഞ്ഞത്. ആ ബോക്സിന് 10 kilogram ഷുഗർ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്ത്, കപ്പാസിറ്റി കാണിക്കാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാം. ദിസ് ബോക്സ് ക്യാൻ contain 10 kg ഷുഗർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ചോദിക്കാം, ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ്? നിങ്ങൾക്ക് ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ്? ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് അത് ചോദിക്കാനും പറയാനും പറ്റണമെങ്കിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് കുഡ് ആണ്. കുഡ് എന്ന് പറയുന്നത് ക്യാനിന്റെ പാസ്റ്റ് ആണ്. സോ അത് മാത്രമല്ല, ഒരിക്കലും കുഡ് ഫുൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രസന്റിലും നമ്മള് കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് നമുക്കൊരു പാസ്റ്റ് നോക്കാം. അതായത് എബിലിറ്റി പറയാൻ, നമുക്ക് പ്രസന്റിൽ എബിലിറ്റി പറയണമെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പ്രസന്റിൽ എബിലിറ്റി ആണ്. എനിക്ക് ഇപ്പൊ പറ്റും, ഇപ്പൊ സാധിക്കുന്ന കാര്യമാണ് അത്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇപ്പൊ സാധിക്കും, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും, ഞാൻ കോൺഫിഡന്റ് ആണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല, നിങ്ങൾക്ക് പണ്ട് നിങ്ങൾക്ക് പറ്റിയിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സാധിക്കില്ല. I could dance when I was in school, അല്ലെങ്കിൽ when I was in child. Okay, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു, പക്ഷെ ഞാനിപ്പോ കളിക്കാറില്ല, എനിക്കിപ്പോ അങ്ങനെ കളിക്കാൻ പറ്റാറില്ല എന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുമ്പോഴും നമ്മൾ കുഡ് യൂസ് ചെയ്യും. ഇപ്പോ പറ്റില്ല, പക്ഷെ അന്നൊരു കാലത്ത് ഞാൻ ചെയ്തിരുന്നതാണ്, പക്ഷെ ഇപ്പൊ പറ്റാറില്ല. ഓക്കെ,
I could study well in my 10 I was in 10 എന്ന് പറയാം. I was in 10 years. ഒരു 10 വയസ്സൊക്കെ വരെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ കുറച്ച് പുറകോട്ടാണ്. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ നമ്മള് അവിടെ could യൂസ് ചെയ്യും. അപ്പൊ ഇതെന്താണ് could? പാസ്റ്റ് ടൈം. ഓക്കെ, എബിലിറ്റി പറയുമ്പോ പാസ്റ്റിൽ പറയുന്നതിന് നമ്മൾ could ആണ് യൂസ് ചെയ്യുക. ക്യാൻ അവിടെ വെക്കാൻ പാടില്ല. ക്യാൻ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും പറ്റുന്ന കാര്യം പറയുമ്പോഴാണ് ക്യാൻ പറയും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കി. I could play the guitar when I was in school. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗിറ്റാർ വായിക്കുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോ അറിയില്ല എന്നൊരു മീനിങ് ആണ് അതിലുണ്ട്. ഓക്കെ, ഇപ്പൊ അറിയില്ല എന്ന് അവിടെ സെന്റൻസിൽ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ ആ സെന്റൻസ് നമ്മൾ റീഡ് ചെയ്യുമ്പോ നമുക്കത് ആ മീനിങ് അങ്ങനെയാണ് വരാം. അതായത് പണ്ട് ചെയ്തിരുന്നിട്ടുണ്ട്. മനസ്സിലാക്കാം? ഇപ്പൊ ഇല്ല എന്നുള്ളത് അവിടെ സെന്റൻസ് പറയുന്നില്ല, പക്ഷെ ആ സെന്റൻസ് അങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, I could play cricket during my school. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്നു. I could eat a lot of food when I was a kid എന്ന് പറയും. ചെറുതായപ്പോ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ I could eat a lot of food. ഞാൻ ഫുഡ് കഴിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പോ ഇല്ല. ആ ഒരു മീനിങ് ആണ് ഈ സെന്റൻസിൽ വരാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? റെസ്പോൺസ് എന്തെങ്കിലും ഒന്ന് പറയൂ, എന്തെങ്കിലും ഇല്ലെന്ന് പറയൂ. ക്ലിയർ ആണോ? ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല. എബിലിറ്റി ഇപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയാം. എനിക്കിപ്പോ നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാം. ഇപ്പൊ വരയ്ക്കാൻ പറഞ്ഞാൽ ഇപ്പോ വരെയും ഞാൻ വരയ്ക്കും. I can draw a picture. ഓക്കെ, ഏത് പിക്ചർ എന്നാലും എനിക്ക് പടം വരയ്ക്കാൻ അറിയാം. ഓക്കെ, I can draw. ഞാൻ പടം വരയ്ക്കാം. ഇപ്പോഴും ഞാൻ ചെയ്യും. പറഞ്ഞോളൂ, ഞാനിപ്പോ വരയ്ക്കാം. മനസ്സിലായി? പക്ഷേ പണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരയ്ക്കാൻ പറഞ്ഞ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പണ്ട് നിങ്ങൾ ഇടക്ക് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ പറയാറുണ്ട്, ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിരുന്നതാണ്, പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. അല്ലെ? I could dance പറയും. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ I could dance when I was in school. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഡാൻസ് കളിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഇല്ല. മനസ്സിലായോ? കറന്റ്ലി നമ്മൾ ഡാൻസ് കളിക്കുന്നില്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണെങ്കിലും നമ്മൾ പറയും ഇപ്പൊ കളിക്കുന്നില്ല, ഞാൻ പണ്ട് കളിച്ചിരുന്നതാണ് എന്ന് പറയും. അങ്ങനെ പണ്ട് കളിച്ചിരുന്നതാണ് എന്ന് പറയുമ്പോ could ആണ് പറയുന്നത്. I could dance when I was younger. ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ കളിച്ചിരുന്നതാണ്. But now no, I can't. കണ്ടോ? But now I can't. അപ്പോഴും പറയുന്നത് can't. I can't. എനിക്ക് പറ്റില്ല. അത് പ്രസന്റിൽ പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ക്ലിയർ ആവും. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ, എന്തിലൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇല്ല. എന്താണ് മനസ്സിലാവാത്ത നിഷ? പറയൂ, ഏതാണ്? എബിലിറ്റി എന്ന് പറഞ്ഞാല് ഫുഡ് എന്ന് പറഞ്ഞാല് കഴിയുമായിരുന്നു. അപ്പം എബിലിറ്റി വരുമ്പോ നമ്മളെ കൊണ്ട് നേരത്തെ ചെയ്യാൻ സാധിച്ചിരുന്ന കാര്യങ്ങളാണോ? അതെ, നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റില്ല എന്ന് കാണിക്കുമ്പോ നമ്മള് പാസ്റ്റ് വെച്ചിട്ടല്ലേ പറയാറ്. എനിക്ക് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നതാണ്, അല്ലെ? അന്ന് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ പോയ കാര്യമാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസില് ഒരിക്കലും ക്യാൻ വെച്ചിട്ട് പറയില്ല. മനസ്സിലായോ? ഫുഡ് വെച്ചിട്ടേ പറയുള്ളൂ. കാരണം എനിക്ക് അന്ന് പറ്റുമായിരുന്നു എന്ന് പറയണം. I could dance എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് പറ്റുമായിരുന്നു. I could dance പറ്റുമായിരുന്നു, അങ്ങനെയാണ് എന്റെ മീനിങ് വരാം. അല്ലാതെ എനിക്ക് പറ്റും എന്നൊരു മീനിങ് അവിടെ ഇല്ല. I could dance എന്ന് പറയുമ്പോ എനിക്ക് പറ്റുമായിരുന്നു. എപ്പോൾ? when I was in school അല്ലെങ്കിൽ when I was younger എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ നന്നായിട്ട് കളിക്കുമായിരുന്നു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് വരാം.
ക്ലിയർ ആണോ? ഇപ്പോ കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ എന്താ? യാ ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ സിംഗ്. എനിക്ക് ഇപ്പൊ പറ്റും, ഇപ്പൊ ചെയ്യണോ? യാ ഐ ക്യാൻ ഡു ഇറ്റ്, ചെയ്യാം. ഇതാണ് ക്യാൻ കുഡിന്റെ ഡിഫറൻസ് എബിലിറ്റി പറയുമ്പോ. ക്ലിയർ ആണോ? നയന ക്ലിയർ ആയോ? യെസ് മാം, ഇപ്പൊ മനസ്സിലായി. ഐ കുഡ് സിംഗ്, എനിക്ക് ഐ കുഡ് സിംഗ് എന്ന് പറയുമ്പോൾ നയന ഐ കുഡ് സിംഗ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. എപ്പോഴാണെന്ന് അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഒരാളിപ്പോ നയനോട് ചോദിക്കുകയാണ് ക്യാൻ യു സിംഗ് എ സോങ് എന്ന് ചോദിക്കുമ്പോൾ നയന പറയും സോറി ഐ കുഡ് സിംഗ് ബട്ട് നോട്ട് നൗ. എപ്പോഴാണ് when I was in school, that time I could sing but now I can't എന്ന് പറയും. ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് പോസിബിലിറ്റി. ഇപ്പൊ ക്യാൻ വെച്ചിട്ട് നമ്മൾ പോസിബിലിറ്റി പറഞ്ഞു, അത് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ പോസിബിലിറ്റി ക്യാൻ വെച്ചിട്ട് പറയാൻ ചാൻസ് വളരെ കുറവാണ്. സോ അത് ലിമിറ്റ്. നെക്സ്റ്റ് ഇവിടെ കുഡ് വെച്ച് നോക്കിയത് ട്രെയിൻ കുഡ് ബി ലേറ്റ്. എന്താണ്? ട്രെയിൻ ലേറ്റ് ആവാൻ മിക്കവാറും ട്രെയിൻ എന്താണ്? ലേറ്റ് ആകും. അങ്ങനെയാണ്, പ്രസന്റ് ആണ്. കുഡ് ബി ലേറ്റ്, ട്രെയിൻ ലേറ്റ് ആണ്, നമുക്കറിയില്ലേ. സോ അവിടെ ഇവിടെ ഈ കുഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? എവിടെ, ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് കുഡ് എപ്പോഴും പാസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കരുത്. പ്രസന്റില് എബിലിറ്റി, നമ്മുടെ പോസിബിലിറ്റി പറയാനും നമുക്ക് കുഡ് യൂസ് ചെയ്യാം സംടൈംസ്. ഓക്കെ, എപ്പോഴും അല്ല, സംടൈംസ് നമുക്ക് പറയാം. അങ്ങനെ പറയാൻ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ പറയാം. ഓക്കെ, the train could be late. ട്രെയിൻ എന്താ? വൈകിയേക്കാം എന്നാണ് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ? മിക്കവാറും ചിലപ്പോൾ വൈകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വൈകിയേക്കാം. could be പറയാം. The train could be late. Okay, it could rain today. എന്താണ്? മഴ പെയ്തേക്കാം, ചാൻസ് ഉണ്ട്, മഴ പെയ്തേക്കാം എന്നൊക്കെ നമുക്ക് പോസിബിലിറ്റി പ്രസന്റിലും പറയാം. ഫ്യൂച്ചറിൽ നോക്കിയേ, if you don't study you could fail the exam. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ എക്സാമിൽ ഫെയിൽ ചെയ്യും, ഫെയിൽ ആകും. മനസ്സിലായോ? ഫെയിൽ ആയേക്കാം. അപ്പോ അതെന്താണ്? ഫ്യൂച്ചർ ആണ്. ചാൻസ് ഉണ്ട് അല്ലേ? ഫ്യൂച്ചർ ആണ്. കാരണം if you don't study, ഇപ്പൊ നടക്കുന്ന കാര്യമില്ല. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ you study, if you don't study, നീ പഠിച്ചില്ലെങ്കിൽ എന്താണ്? എക്സാമിൽ പാസ് ആവില്ല. പാസ്റ്റില് ഫ്യൂച്ചറിൽ കാരണം വരാൻ പോകുന്ന കാര്യമാണ്. പാസ് ആയിരിക്കാം. അപ്പോ എക്സാം അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. If they are more powerful, a lot of crime could be prevented. എന്താണ്? അവരെ മോർ പവർഫുൾ ആണെങ്കിൽ എന്താണ്? കുറെ ക്രൈംസ് നമുക്ക് could be prevented, നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഫ്യൂച്ചർ ആണ്, ഭാവിയിലെ കാര്യമാണ്. പവർഫുൾ ആണെങ്കിൽ മീൻസ് ഭാവിയിലെ കാര്യമാണ്. ഇറ്റ്സ് എ ഫ്യൂച്ചർ. ഓക്കെ, then നമുക്ക് പാസ്റ്റ് യൂസ് ചെയ്യാം. എങ്ങനെയാ? റോബർട്ട് could have gotten the job of he had gone to the interview. മിസ്റ്റേക്ക് ഉണ്ട്. മീനിങ് വരുന്നത് ഇങ്ങനെയാണ്: റോബർട്ടിന് ജോലി കിട്ടിയാനെ, അവൻ ആ ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയാനെ എന്നാണ് പറയുന്നത്. പാസ്റ്റ് ആണ്, ഒരു കഴിഞ്ഞ കാര്യമാണ്. കാരണം അവൻ ഇന്റർവ്യൂവിന് പോയില്ല, ജോലി കിട്ടിയില്ല, കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ ആ ജോലി കിട്ടിയേനെ എന്ന് പറയില്ലേ? അവിടെ റോബർട്ട് could have gotten the job of അല്ലാട്ടോ, അവിടെ if ആണ്. എന്നാണ് ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നത്. അവിടെ if ആണ്. If he had gone to the interview. Yeah, okay, Naina. Robert could have gotten the job if he had gone to the interview. അവൻ
ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. പാസ്റ്റ് ആണ്. പാസ്റ്റിലെ പോസിബിലിറ്റി പറയാനും പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഈ 3 ടെൻസിനെയും പോസിബിലിറ്റി പറയാൻ നമ്മൾ കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്? ദെൻ പൊളൈറ്റ് എക്സ്പ്രഷൻ. നമുക്ക് പൊളൈറ്റ് എക്സ്പ്രഷൻ പറയണ്ടേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്യാൻ വെച്ചിട്ട് പറയാം. ക്യാൻ വെച്ചിട്ട് പറയുമ്പോൾ അത് ഒരിക്കലും പൊളൈറ്റ് ആവില്ല. ക്യാൻ ഐ യൂസ് ദ പെൻ, ക്യാൻ ഐ യൂസ് യുവർ പെൻ ചോദിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ക്യാൻ വെച്ചിട്ട് ഒരു പെർമിഷൻ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അറിയാത്ത ഒരാള്, ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, അത്യാവശ്യം നമുക്ക് ഒരു പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ മുതിർന്ന ഒരാൾക്കാര്, ഓഫീസർ സ്റ്റാഫ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ ആരെങ്കിലും സീനിയർ ഓഫീസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, അവിടെ കുഡ് എന്ന് പറയുമ്പോൾ ഒരു പ്ലീസ്, ഒരു ദയവായി എന്നൊരു മീനിങ് ആവരാം. ഓക്കെ, ഇപ്പൊ സജഷൻ പറയാം നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാ? വി കുഡ് ട്രൈ ദ ന്യൂ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ടുനൈറ്റ്. നമുക്ക് ഇന്ന് ഒരു പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യാം. ഇറ്റാലിയൻ റെസ്റ്റോറന്റിൽ നിന്ന് ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാം എന്നാണ്. വി കുഡ് ട്രൈ ദാറ്റ് ന്യൂ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ടുനൈറ്റ്. വി കുഡ്. ഓക്കെ, അവിടെ കുഡ് യൂസ് ചെയ്യാം. സജഷൻ പറയാൻ അത് പൊളൈറ്റ് ആയിട്ടാണ്, അല്ലാണ്ട് ഒരു ഫ്രണ്ട് സർക്കിളിൽ പറയാനല്ല. ഫ്രണ്ട് സർക്കിളാണ് വി ക്യാൻ ട്രൈ ദ ന്യൂ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ടുനൈറ്റ് എന്ന് പറയാം. ക്യാൻ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, കുഡ് യൂസ് ചെയ്യാൻ എന്തിനാണ്? പൊളൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ റിക്വസ്റ്റ് ചെയ്യാൻ could you pass me the pen? Could you pass me the pen? ആ പെൻ ഒന്ന് തരാവോ? ദയവായി ആ പെൻ ഒന്ന് തരാവോ? പൊളൈറ്റ് ആണ്. ക്യാൻ ചോദിക്കാം, ഞാൻ പറഞ്ഞു. ഇൻഫോർമലില് ക്യാൻ ചോദിക്കാം, ഫോർമൽ ആണെങ്കിൽ കുഡ് ചോദിക്കാം. ഓക്കെ, could I speak to രാഹുൽ? ഞാൻ രാഹുലിനോട് ദയവായി സംസാരിച്ചോട്ടെ. അങ്ങനെ. യാ, നെക്സ്റ്റ് മേക്കിംഗ് ഓഫർ. ഇതെല്ലാം പൊളൈറ്റ് ആണ്. കുഡ് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വരുമ്പോ എപ്പോഴും കുഡ് എന്തിനാണ്? പൊളൈറ്റ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, could I get you something to drink? ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ ദയവായി അങ്ങനെയാണ്. Then could I help you with that? Could you help with that? Madam, sir എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യാം. Then asking, ഒരു പെർമിഷൻ ആസ്കിങ്, ഒരു പെർമിഷൻ ചോദിക്കുമ്പോഴും ഇങ്ങനെയാ. Could I borrow your pen? അവിടെ നമ്മൾ ക്യാൻ യൂസ് ചെയ്തു. അവിടെ could. Could I take the day of tomorrow? ലീവ് എടുത്തോട്ടെ. ഇങ്ങനെയാണ്, പൊളൈറ്റ്നെസ് ആണ്. ഗുഡ്. ക്വസ്റ്റ്യൻ വരുമ്പോ പൊളൈറ്റ്നെസ് ആണ്. ക്യാൻ ഇൻഫോർമൽ, ഫ്രണ്ട് സർക്കിൾ, അറ്റാച്ച്മെന്റ് ഉള്ളവരോടൊക്കെയാണ് ക്യാൻ വെച്ചിട്ട് പറയാം. ഈസ് ഇറ്റ് ക്ലിയർ? ക്യാൻ ആൻഡ് കുഡ് ക്ലിയർ ആണ്? ക്ലിയർ ആണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഞാൻ ആർക്ക് വേണ്ടിയായിരിക്കും ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കാം? ചോദിക്കുന്നതിന് മറുപടിയെങ്കിലും പറയും. മനസ്സിലാവുന്നുണ്ടോ? സുലാ, ഷിബു ക്ലിയർ ആണോ? മനസ്സിലായോ ഞാൻ എടുത്തത്? മനസ്സിലായി മാം. മനസ്സിലായി. പൊളൈറ്റ് എക്സ്പ്രഷൻ മുതലൊന്ന് പറയാമോ? പൊളൈറ്റ് എക്സ്പ്രഷൻ, പൊളൈറ്റ് എന്താണ്? നമ്മൾ അത്രയും താഴ്മയായിട്ടൊന്ന് സംസാരിക്കുന്ന, അത്രയും ഒരുപാട് താഴ്മയല്ല, എന്നാലും അവർക്ക് ആ ഒരു നമ്മുടെ ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ പൊളൈറ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ആരെങ്കിലും എൽഡേഴ്സ് ഒക്കെ വരുമ്പോൾ, എൽഡേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് ആണെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് ആണ് അവിടെ യൂസ് ചെയ്യാം. ഫുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് വുഡും. മനസ്സിലായി? വുഡ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതെല്ലാം പൊളൈറ്റ് ആണ്. അപ്പോ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ ഒരിക്കലും നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സീനിയർ ഓഫീസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴേ വാട പോവാന്ന് പറയാം, അല്ലെ? സാർ ആണെങ്കിലോ സാർ, അതൊരു റെസ്പെക്ട് ആണ്, അല്ലെ? സാർ എന്ന് വിളിക്കുന്ന റെസ്പെക്ട് ആണ്. പേര് വിളിക്കാൻ പറ്റുമോ? ഇല്ല. റെസ്പെക്ട് എന്തായാലും കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ഇതുവരെ ടീച്ചേഴ്സിനോടായാലും സീനിയർ ഓഫീസേഴ്സിനായാലും കൊളീഗ്സ്, സീനിയർ കൊളീഗ്സ് ആണെങ്കിലും അവരൊക്കെ പറയാം, സംസാരിക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോ
ക്യാൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, കുഡ് ആണ്. ഓക്കെ, സോ could I leave this class എന്നൊന്നും ലീവ് ചെയ്തോട്ടെ, could I leave this class എന്ന് പറയാം. അതാണ് കുഡ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും ആലോചിച്ചാൽ മതി, ഒരുപാട് ചിന്തിച്ചാല് that's your brain. Okay, yeah. So ഈ questions ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നോക്കെ. Fill in the gaps with using can and could. First one, dash I get you something to eat. Answers? ആരെങ്കിലും ആൻസർ പറയാവോ? എന്താ പറയാ, അവിടെ കുഡോ ക്യാനോ യൂസ് ചെയ്യാം. പൊളൈറ്റ് ആണെങ്കിൽ കുഡ് അല്ലെങ്കിൽ ക്യാൻ. Then I dashed a mile in 10 minutes when I was younger. അവിടെ എന്താ യൂസ് ചെയ്യാ? ക്യാൻ ആണോ കുഡ് ആണോ? കുഡ്. Good, yeah. Dash you send me the details please? Can. No, അവിടെ please ആണ്, so good ആണ്. Okay. Then many swimmers dash hold their breath for more than 3 minutes in underwater. Good or no? Another ability ആണ്, so there is use can. Last one, dash I have another slice of that cake. Please. Good. Good, yeah. Politeness a good ability, can. പണ്ട് പറ്റുന്ന എബിലിറ്റി ആണെങ്കിൽ ഗുഡ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്കിൽ, ഇത്രയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇപ്പോ ഒരു എബിലിറ്റി പറയുന്നതാണെങ്കിൽ ക്യാൻ, പണ്ടത്തെ എബിലിറ്റി ആണ് പറയുന്നെങ്കിൽ ഗുഡ്. പൊളൈറ്റ് എക്സ്പ്രഷൻ ആണെങ്കിൽ ഗുഡ്, ഫ്രണ്ട് സർക്കിൾ ഇൻഫോർമൽ എക്സ്പ്രഷൻസ് ആണെങ്കിൽ ക്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടോ ആർക്കെങ്കിലും? ഷമീന, ക്ലാസ് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ ഷമീന? Yes, ma'am. ക്ലിയർ ആണ്. ആർക്കെങ്കിലും? നിഷ, ക്ലിയർ ആണോ? കുഴപ്പമില്ല മാം, എനിക്ക് സുഖമില്ലാത്തത് കാരണം കുറച്ച് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടെ കണ്ടോളാം. ഇതുവരെ എടുത്ത ക്ലാസ് എല്ലാം ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഒരു നെഗറ്റീവ് ഫീൽ ആണ്. ക്ലിയർ ആണോ? യെസ് മാം, ഇതുവരെ ഇന്നത്തേതല്ല കേട്ടോ, ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ ഓക്കെയാണ്. ഇന്നത്തെ എനിക്ക് ഫീവർ കാരണമായിരിക്കും. ആർക്കെങ്കിലും ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇംഗ്ലീഷിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? യെസ്, അക്കു യാസി ഷംസീനയല്ലേ? ഷംസീന. Yes, ma'am. Yeah, what's your opinion about my class? കഴിഞ്ഞ 2 ക്ലാസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എന്നുവെച്ചാൽ എന്റെ മോൻ അഡ്മിറ്റ് ആയിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ 2 ക്ലാസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ് എല്ലാം എനിക്ക് ഓക്കെയാണ് മിസ്. ഓക്കെ ആണ്. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പോ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നില്ല എങ്കിൽ സിസ്റ്റർ ആർക്കോ മനസ്സിലാവുന്നില്ല, ഈ വേഷാണോ എന്നറിയില്ല, മനസ്സിലാവുന്നില്ല എന്നൊരു ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല, ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാൻ നോക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നേരിട്ട് എന്നോട് കാര്യം പറയാം, മനസ്സിലാവുന്നില്ല എന്ന്. കാരണം എന്നോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലാസ് ക്ലിയർ ആവുള്ളൂ. ഓക്കെ,
അത് മാത്രമല്ല നിങ്ങളും കോപ്പറേറ്റ് ചെയ്യേണ്ട ഒരുപാട് കോപ്പറേറ്റ് ചെയ്യണം. ആരും കോപ്പറേറ്റ് ചെയ്യാറില്ല ക്ലാസ്സിൽ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ റെസ്പോൺസ് അത്യാവശ്യമാണ്. അതും ഇംഗ്ലീഷാണ്. നിങ്ങളുടെ ബാക്കി സബ്ജക്ട് പോലെയല്ല. അതിലിപ്പോ റെസ്പോൺസ് ഇല്ലെങ്കിലും നമുക്ക് ക്ലാസ് എടുത്ത് പോകാനുള്ള ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. അപ്പൊ അത്യാവശ്യം ടോപ്പിക്സ് എല്ലാം ക്ലിയർ കവർ ആയിട്ടുണ്ട്. ഒരുപാട് കവർ ചെയ്തു. ടെൻസ് ആയാലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം നമ്മുടെ പ്രാക്ടീസ് ആണ്. നിങ്ങൾ റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് വളരെ ബോറായിരിക്കും. എടുക്കുന്ന എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആസ് എ ടീച്ചർ എന്ന് പറയാം, ഇതിൽ പറയുകയാണെങ്കിൽ റെസ്പോൺസ് വളരെ കുറവാണ്. റെസ്പോണ്ട് ചെയ്യാണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ഒരുപാട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്കാണ് പറ്റേണ്ടത്, എനിക്കല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നൊരു കാര്യം, ടീച്ചർ എല്ലാവരുടെയും വേ ഓഫ് ടീച്ചിങ് വ്യത്യാസമാണ്, ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വേ ഓഫ് ലേണിംഗും. നിങ്ങൾ പഠിക്കുന്നതും ഓരോരുത്തരും ഓരോ ലെവലിലാണ്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവാം, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ടീച്ചറോട് ചോദിക്കാൻ നോക്കാം. ഡൗട്ട് ചോദിച്ചാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഈ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് ആയാലും ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുമ്പോൾ സെയിം ടോപ്പിക് തന്നെ നിങ്ങൾ പഠിക്കുള്ളൂ. ടെൻസ് ആയാലും ഗ്രാമേഴ്സ് എല്ലാവരും സെയിം ആണ്. ഇതിൽ ഒരു ചേഞ്ചസും ഇല്ല. ടീച്ചേഴ്സ് ആയിട്ട് വരുന്ന ഒരു ചേഞ്ചസും ഇല്ല. സെയിം ആണ്. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം സെയിം ആണ്. പഠിപ്പിക്കുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോഴും പഠിക്കണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ പഠിപ്പിക്കുന്ന രീതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. സോ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ. You can send the voice note to voice note അയക്കാം, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, anything. That's your wish. Okay. ക്ലിയർ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മനസ്സിലാവുന്നത്. എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ പോർഷൻ കവർ ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഓക്കെ. മനസ്സിലാവുന്നില്ല എങ്കിൽ ക്ലാസ്സിൽ വന്ന് ചോദിക്കുക. റെക്കോർഡ് ക്ലാസ് കാണുന്നവരായാൽ പോലും ക്ലാസ്സിൽ കയറി ചോദിക്കുക. മനസ്സിലാവുന്നില്ല മിസ്സേ, ഒന്നുകൂടെ പറയാവോ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയും. അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ മനസ്സിലാവുന്നുണ്ടോ എന്ന്. അതിന് ഒരു റെസ്പോൺസ് പോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോർഷൻ കണ്ടിന്യൂ ചെയ്തല്ലേ പോകുള്ളൂ. കാരണം നിങ്ങൾ മിണ്ടുന്നില്ല ചോദിക്കുമ്പോൾ. ഒരാളൊരു കാര്യം മിണ്ടുന്നില്ല. മനസ്സിലാവുന്നെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എടുത്ത് പോകാനല്ലേ പറ്റുള്ളൂ എനിക്ക്, അല്ലെ? എന്നാ ചോദിക്കുന്നത് ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആരും റെസ്പോണ്ട് ചെയ്യില്ല. ഇതേപോലെ തന്നെ ഒരുപാട് ക്ലാസ്സസ് ഞാൻ കവർ ചെയ്യുന്നതാണ്. ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് അവര് എഫോർട്ട് എടുത്തിട്ടാണ്, അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അവരൊരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ മാത്രമാണ് കുറച്ച് റെസ്പോൺസ് വളരെ കുറവാണ്. വളരെ വളരെ കുറവാണ്. ഓക്കെ. ഇത് ഞാൻ ദേഷ്യപ്പെട്ടോ ഒന്നും പറയുന്നില്ല. ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്ന എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നതെന്ന്. ഓക്കെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇനിയെങ്കിലും ഒന്ന് മറുപടി പറയാവോ? ക്ലിയർ ആണോ? നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആവട്ടെ. ഓക്കെ. ഒന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എന്തായാലും നിങ്ങൾക്ക് വോയിസ് നോട്ട് അയക്കാം. ഇവിടുത്തെ സാറിന്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടാവാം. നിങ്ങൾക്കത് വോയിസ് നോട്ട് അയക്കാം. ഓക്കെ. ക്ലിയർ ആണോ? റഹീനാഥ്, റഹീനാഥ് കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ കേൾക്കുന്നത്? മനസ്സിലാകായൊന്നുമില്ല. മനസ്സിലാവേക്കില്ല. പിന്നെ എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ വെച്ചാല്
അങ്ങനെ സംസാരിക്കാതെ സ്കില്ലില്ല, അതുകൊണ്ട് തന്നെ. സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നേ. സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നന്നായിട്ട് സംസാരിച്ചാണല്ലോ. ഇന്നെന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ നേരം വൈകിയാണ് കയറിയത്, മറന്നുപോയി ക്ലാസ്സിന്റെ കാര്യം, മക്കൾ ഇവിടെ ഉണ്ടായതുകൊണ്ട്. ഓക്കെ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ റഹിനാത്ത്? ഇതുവരെ ക്ലാസ് എടുത്തേ? ആ, എന്താണ്? ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഷഹാന. ശ്രീകുട്ടി. ഇതാണ് റെസ്പോൺസ്. ശ്രീകുട്ടി പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ശ്രീകുട്ടി, ക്ലാസ് എല്ലാം ക്ലിയർ ആണോ? ആ മിസ്സേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയ ഡൗട്ട് വരും. ഡൗട്ട് വരുന്നത് വീണ്ടും ഒന്നും കൂടെ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് പിന്നെ വീണ്ടും മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം മിസ്സേ. നേരിട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അക്കു യാസി എന്തെങ്കിലും പറയാനുണ്ടോ? അക്കു യാസി ഷംസീന. ഒന്നുമില്ല മിസ്സേ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്, ഉറപ്പാണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. അയ്യാ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നോ? ടൈം ട്വിസ്റ്റേഴ്സ്, ഡെയിലി സെന്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നോ? ചെയ്തോ? ഡെയിലി സെന്റൻസിലെ മലയാളം ചോദിച്ചാൽ പറയാമോ? ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? ഒരു മലയാളം സെന്റൻസ് പറഞ്ഞ ഇംഗ്ലീഷ് പറയും എല്ലാവരും. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു എന്നെങ്ങനെയാ പറയാ? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. പറയൂ. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഓക്കെ. ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കരുത് എന്നെങ്ങനെയാ പറയാ? ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കരുത് എങ്ങനെയാ പറയാ? Don't tax your brain. Okay, don't tax your brain. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. You can do as your wish. Do it as your wish എന്ന് പറയാം. അല്ലാതെ നമ്മുടെ ഈ സെന്റൻസിൽ പറഞ്ഞത് എങ്ങനെയാ? It's up to you. Yeah, it's up to you. It's up to you. ഇഷ്ടം പോലെ ചെയ്യും. ഓക്കെ. നിനക്ക് ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ? എങ്ങനെയാ ചോദിക്കാ? What can I do for you? Yeah, what can I do for you? ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? ശരിക്കും നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന എന്താണ്? What exactly trouble you? Yeah, what exactly troubles you? What exactly troubles you? Okay. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. I have got to go. I have got to go. എനിക്ക് അവിടെ പോകേണ്ടത്. I have got to go. Yeah. Then ആരും പെർഫെക്റ്റ് അല്ല. Nobody is perfect. Nobody is perfect. പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. I have got to meet a friend on the way. Yeah, I have got to meet a friend on the way. Correct.
ഞാൻ എന്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. I was talking to my friend. Yeah, I was talking to my friend. ഞാൻ ആകെ തകർന്നു പോയി. I am totally upset. Yeah, അങ്ങനെയും പറയാം. Then നമ്മള് ഡെയിലി സെന്റൻസ് പഠിച്ചത് I'm jammed. Yeah, I'm jammed. അല്ലെങ്കിൽ I'm totally devastated. അങ്ങനെയും പറയാം. Okay, I'm jammed. Then സമയത്ത് വരും എന്ന് പറയുന്നത്. Coming time. Coming time. വൈകിയത് ക്ഷമിക്കോ. ക്ഷമിക്കൂ അങ്ങനെ പറയാം. Sorry for being late. Yeah, sorry for being late. ഞാൻ ആകെ ചമ്മിപ്പോയി. I lost my face. Yeah, I lost my face. ഞാൻ ആകെ ചമ്മിപ്പോയി. I lost my face. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. I have nothing to do with it. Yeah, I have nothing to do with it. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. മാന്യമായി പെരുമാറൂ. ഇങ്ങനെ പറയാം, മാന്യമായി പെരുമാറൂ. Behave yourself. Yeah, behave yourself. ഞാൻ ഇതിനെ കുറിച്ച് അധികം വേവലാതിപ്പെടാറില്ല. I'm least bothered about it. Yeah, I'm least bothered about it. Yeah. Clear? So, can, could ഒന്ന് നോക്കാം. Then ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you all. Thank you, ma'am.